മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന ഖത്തർ ക്യാൻവാസിൽ അടുത്തതായി സ്പോർട്സ് സ്പെക്ടക്കിൾ. മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന ഖത്തർ ക്യാൻവാസ് സ്പോർട്സ് സ്പെക്ടക്കിളിൽ NVBS കോ ഫൗണ്ടറായ ബാനസീർ മനോജും ഫൗണ്ടർ ആൻഡ് ചീഫ് കോച്ചുമായ മനോജ് സാഹിബ് ജാനും നമ്മോടൊപ്പം. വെൽക്കം ടു ഖത്തർ ക്യാൻവാസ്. താങ്ക് യു. സോ NVBS എന്നൊരു ബാഡ്മിൻ്റൺ അക്കാഡമി തുടങ്ങാനുള്ളൊരു മോട്ടീവ് എന്തായിരുന്നു? ഞാൻ 2007 ഖത്തറിൽ വന്നു. 2007 പ്രൈവറ്റ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തു. എന്നെ കൊണ്ടുവന്നത് മിസ്റ്റർ പവൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. മിസ്റ്റർ KO ജോർജും രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് എന്നെ ഇവിടെ ഖത്തറിലോട്ട് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. അതിനുശേഷം 2011 വരെ 2007 മുതൽ 2011 വരെ 1-2 ക്ലബ്ബുകളിൽ ഖത്തർ ബാഡ്മിൻ്റൺ ക്ലബ്ബ്, ഖത്തർ ഫൗണ്ടേഷൻ, ഇന്ത്യൻ ക്ലബ്ബ് ഇവിടെയൊക്കെ വർക്ക് ചെയ്തിരുന്നു. ഇന്ത്യൻ ക്ലബ്ബിൽ ആദ്യമായിട്ട് നമ്മൾ വർക്ക് ചെയ്തല്ലേ? ഇന്ത്യൻ ക്ലബ്ബിൽ. അങ്ങനെ ഇന്ത്യൻ ക്ലബ്ബിൽ വർക്ക് ചെയ്ത് അവിടെ ഒരു 2 വർഷത്തോളം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറേ കുട്ടികളെ നമ്മൾ ഡിസ്ട്രിക്ട് ലെവലും സ്റ്റേറ്റ് ലെവലും ഒക്കെ കളിപ്പിച്ചു. അങ്ങനെ ടീഷർട്ടിലൊക്കെ കുറേ പേരൊക്കെ കുട്ടികളുടെ നമ്മൾ തന്നെ പ്രിൻ്റ് ചെയ്ത് അവരെ പോപ്പുലറാക്കി നമ്മൾ ഓരോ ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റും സ്റ്റേറ്റ് ടൂർണമെൻറ്റും ലോക്കൽ ടൂർണമെൻറ്റ്സും GCC ലെവലിലെ ടൂർണമെൻറ്റ്സൊക്കെ നമ്മൾ പാർട്ടിസിപ്പേഷൻ ചെയ്യിപ്പിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. 2011 ആയപ്പോൾ മിസ്റ്റർ KO ജോർജ് എന്നെ ഖത്തർ ബാഡ്മിൻ്റൺ അസോസിയേഷനിലേക്ക് എന്നെ റെക്കമെൻഡ് ചെയ്യുന്നു. അങ്ങനെ അവിടെ ജോബ് ശരിയായി. 2011 മുതൽ 2017 വരെ ഞാൻ ഖത്തറിൻ്റെ നാഷണൽ കോച്ചായിട്ട് ഖത്തർ ഒളിമ്പിക് കമ്മിറ്റിയിൽ ഞാൻ വർക്ക് ചെയ്തു. അവിടെയും കുറേ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു. ഖത്തറി കുട്ടികളെ പഠിപ്പിച്ച് നല്ലൊരു ലെവലിലോട്ടൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ഇടയ്ക്കിൽ ഒരുപാട് അതിനെപ്പറ്റി എനിക്ക് പറയണമെന്ന് താല്പര്യം കാണിക്കുന്നില്ല. പൊളിറ്റിക്സ് കുറേ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നു. ഇറങ്ങിയിട്ട് 2016 എൻഡിൽ ഓൾമോസ്റ്റ് നവംബർ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ NVBS എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മൾ ഫോം ചെയ്തു. ഇവിടെ നമ്മൾ ഒരുപാട് കുട്ടികളെ ഇപ്പം ഓൾമോസ്റ്റ് 200 എബോവ് ഉണ്ട്. ഒരു 10-12 കോച്ചസ് ഉണ്ട്. ഞങ്ങളിപ്പോൾ കുറേ കുട്ടികളെ പഠിപ്പിച്ച് നന്നാക്കി അവരെ ഡിസ്ട്രിക്ട് ലെവലും സ്റ്റേറ്റ് ലെവലും നാഷണൽ ലെവലും ഇൻ്റർനാഷണൽ ലെവലിൽ വരെ പെർഫോമൻസ് ഞങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ഞങ്ങളുടെ ലക്ഷ്യം നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ച് നല്ലൊരു ലെവലിലോട്ട് കൊണ്ടുവരിക എന്നൊരു അൾട്ടിമേറ്റ് എയിമാണ് നമുക്കുള്ളത്. ഇത്രയും വർഷത്തെ NVBS ജേർണിയെ പറ്റിയിട്ട് മാമിന് എന്താണ് പറയാനുള്ളത്? ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാനൊരു സ്പോർട്സ് പേഴ്സണേ അല്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സ്പോർട്സ് എന്ന് കേൾക്കുമ്പോൾ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്പോർട്സ് എന്താണെന്ന് അറിയുന്നതും ബാഡ്മിൻ്റൺ എന്താണെന്ന് അറിയുന്നതും മനോജിനെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. മനോജ് കോച്ചിങ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ എന്നെയും കൂടെ കൊണ്ടുപോകും. ഞാൻ അവിടെ ഇരിക്കും. അത് കണ്ട് എന്താ പറയുക, ഞാനിപ്പം അത് ബാഡ്മിൻ്റനെ കുറിച്ച് എനിക്കറിയാം, എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ മനോജിൻ്റെ ഡ്രീമാണ് ഒരു അക്കാഡമി, കുട്ടികളെ വളർത്തിയെടുക്കുക, പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ഞാൻ സപ്പോർട്ടീവായിട്ട് മനോജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. മനോജിന് എന്താ പറയുന്നത്, കുട്ടികളുടെ ആവശ്യം എന്താണെങ്കിലും ഞാൻ അതിന് നോ പറയാറില്ല. എന്ന് വെച്ചാൽ മനോജിന് കിട്ടാത്ത കാര്യങ്ങൾ കുട്ടികൾക്ക് കിട്ടണം എന്നുള്ളൊരു മൈൻഡുള്ള വ്യക്തിയാണ്. അതൊരു പാഷനാണ് മനോജിന് കിട്ടാതെ പോയത് ഇനി അടുത്ത ഈ ജനറേഷനിലുള്ള കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം മനോജിനെ ഞാൻ അതിനെല്ലാം സപ്പോർട്ടായിട്ട് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്റർനാഷണൽ ബാഡ്മിൻ്റൺ പ്ലെയർ കൂടാതെ ഇപ്പോൾ കോച്ചുമാണ്. ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ബാഡ്മിൻ്റൺ അല്ലെങ്കിൽ ജനറലി സ്പോർട്സിൻ്റെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും എന്നാണ് സാറിന് തോന്നുന്നത്? നദ, വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. സീരിയസ്ലി ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമ്മളെപ്പോലുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയേഴ്സും കോച്ചസിനും കുറച്ചും കൂടെ നോളജ് ഷെയർ ചെയ്യാൻ പറ്റിയുള്ളൊരു ക്വസ്റ്റ്യനായത്. ഡെഫിനറ്റ്ലി എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. ഷോർട്ടായിട്ട് കുറച്ച് പറയാം. ഓരോ ഓർഗനൈസേഷനിലിരിക്കുന്ന ടോപ്പിലിരിക്കുന്ന വ്യക്തികളുടെ കയ്യിലാണ് ഈ ബാഡ്മിൻ്റൺ അല്ലെങ്കിൽ ജനറലായിട്ട് എടുത്ത ഈ സ്പോർട്സിൻ്റെ ഫ്യൂച്ചർ ഇരിക്കുന്നത്. വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. കൂടുതൽ NVBS അനുഭവങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. Momentum Media proudly presents ഖത്തർ Canvas.